ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേസരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. കേസരിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. വറുത്തതായാലും വറുക്കാത്തായാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഒന്നും കൂടി ഒന്ന് നെയ്യിൽ നന്നായി വറുത്തതിന് ശേഷമാണ് ഈ കേസരി തയ്യാറാക്കുന്നത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. 1/2 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് പഞ്ചസാര വേണം. റവ അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ പഞ്ചസാരയും അളന്ന് വയ്ക്കാം. പിന്നെ വേണ്ടത് ഈ റവ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളമാണ്. 1/2 കപ്പ് റവയ്ക്ക് 1.25 കപ്പ് വെള്ളമാണ് വേണ്ടത്. വെള്ളത്തിൻ്റെ അളവിൽ കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ എത്ര റവ എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളം പ്ലസ് 1/4 കപ്പ്, അതാണ് അതിൻ്റെ കണക്ക്. അതായത് നിങ്ങൾ 1 കപ്പ് റവ എടുത്താൽ 2 കപ്പ് വെള്ളം പ്ലസ് 1/4 കപ്പ് വെള്ളം, ആ അളവിൽ എടുത്താൽ മതി. അപ്പോൾ കേസരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാനിന്ന് ഈ കേസരിയിൽ ഫുള്ള് വെള്ളം മാത്രം ഉപയോഗിക്കുന്നതിന് പകരം കുറച്ച് പാലും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കേസരി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും എടുത്തിട്ടുണ്ട്. അപ്പം 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും, ആ കണക്കിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് വേണം, കുറച്ച് മുന്തിരിങ്ങയും വേണം, ഉണക്കമുന്തിരിങ്ങയും വേണം. കാഷ്യൂനട്ടിനും ഉണക്കമുന്തിരിങ്ങയ്ക്കും ഒന്നും കറക്റ്റ് അളവില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർക്കാം. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ വേണം. ആവശ്യത്തിന് നെയ്യ് വേണം. പിന്നെ നിങ്ങൾക്ക് കേസരിക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് കളർ ഉപയോഗിക്കാം. വേണമെന്ന് ഒരു നിർബന്ധം ഇല്ല. ഫുഡ് കളർ ചേർത്തില്ലെന്ന് വിചാരിച്ച് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് യെല്ലോയോ അല്ലെങ്കിൽ ഓറഞ്ചോ ഫുഡ് കളർ ചേർക്കാം. ഇനി ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കുങ്കുമപ്പൂവ് പാലിൽ മിക്സ് ചെയ്തിട്ട് ചേർത്താൽ ചെറിയൊരു മഞ്ഞ കളർ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ ഇതിനകത്ത് ഒരല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, ഒരു 2 നുള്ളു ഉപ്പ്. കാരണം പഞ്ചസാര നന്നായി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് കേസരി തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. കേസരിയിൽ നെയ്യ് നന്നായിട്ട് വേണം കേട്ടോ, എന്നാലേ അത് നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ചൂടാകുമ്പോൾ കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ ഉണക്കമുന്തിരിങ്ങ ചേർത്താൽ മതി. കശുവണ്ടി ചെറുതായിട്ട് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഉണക്കമുന്തിരിങ്ങ ചേർക്കാം. മുന്തിരിങ്ങ എണ്ണയിൽ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ വീർത്ത് വരും. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കാം. ഇതേ നെയ്യിൽ തന്നെ നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നെയ്യിലിട്ട് റവ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ റവയുടെ നിറം ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങും. അതുപോലെ നല്ല മൂത്ത ഒരു മണവും വരും. പക്ഷേ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ചെയ്യാവുള്ളൂ. ഈ റവ നെയ്യിൽ കിടന്ന് മൂത്ത ഒരു മണം വരണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഈ നിറം ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു ബ്രൗൺ നിറം ആയിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മണവും വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് പാലും 1/4 കപ്പ് വെള്ളവും ഒഴിക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർക്കാം. ഈ പാല് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം റവ ചേർക്കുന്നേക്കാളും അതിന് തൊട്ട് മുന്നേ ചേർക്കുന്നതാണ് നല്ലത്. കാരണം തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലോട്ട് നമ്മൾ റവ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ട പിടിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ചേർത്ത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഈ പാലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാം. ഒരുപാട് സമയം അങ്ങനെ ഇട്ടേക്കാൻ പാടില്ല. കട്ട പിടിക്കാതെ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ കുറുകാൻ തുടങ്ങും. 1 മിനിറ്റ് പോലും എടുക്കില്ല. അപ്പോൾ അത് നന്നായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം, ലോ ഫ്ലെയിമിൽ. കാരണം റവ നമ്മൾ അങ്ങനെ അടച്ചു വെച്ച് ആവിയിൽ കുറച്ച് നേരം ഒന്ന് വേവിക്കുമ്പോഴാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. കണ്ടോ, ഇത് കുറുകിയിട്ടുണ്ട്. 1 മിനിറ്റ് പോലും എടുക്കില്ല ഇത് ഈ ഒരു പരുവാവാൻ. ഈ സമയത്ത് നമുക്കിത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. പാലെല്ലാം വറ്റി റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു 2 മിനിറ്റെങ്കിലും ആവിയിലൊന്ന് വേവിച്ചില്ലെങ്കിൽ അവസാനം കേസരി കഴിക്കുമ്പോൾ നമുക്ക് ആ റവ നന്നായിട്ട് വേവാതെ അത്ര സോഫ്റ്റ് ആവാത്ത പോലെ തോന്നും. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർക്കാം. കുറച്ച് ഫുഡ് കളറും ചേർക്കാം. ഫുഡ് കളർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാര അലിഞ്ഞിട്ട് ഇത് വീണ്ടും നല്ല സോഫ്റ്റ് ആവും. പക്ഷേ പെട്ടെന്ന് തന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് ഇളക്കുമ്പോൾ തന്നെ റവയിലോട്ട് പഞ്ചസാര പിടിച്ച് കറക്റ്റ് പരുവത്തിനായി കിട്ടും. ഈ
സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് കട്ടകൾ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഉടച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് എളുപ്പത്തിൽ ഉടയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുക. പെട്ടെന്ന് തന്നെ റവയിലോട്ട് ആ പഞ്ചസാര അങ്ങ് പിടിച്ചോളും. ഒരു 2 മിനിറ്റേ എടുക്കുള്ളൂ. പിന്നെ നിങ്ങൾ ഈ കേസരി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവാണ്. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് കേസരി തയ്യാറാക്കിയപ്പോൾ 1/2 കപ്പ് റവയ്ക്ക് 1 കപ്പ് വെള്ളം, അതായത് കറക്റ്റ് ഇരട്ടി വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ടേസ്റ്റ് ഒന്നും കുഴപ്പമില്ല. പക്ഷേ അത്ര സോഫ്റ്റ് ആവാത്ത പോലെ തോന്നി എനിക്ക്. കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുമ്പോൾ, കൂടുതൽ ചേർക്കുമ്പോൾ കേസരി നല്ല സോഫ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ പിടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിങ്ങയും ചേർക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കാം. ഈ അവസാനം ചേർക്കുന്ന നെയ്യ് ഒഴിവാക്കരുത്. അത് ചേർക്കുമ്പോഴാണ് കേസരി കൂടുതൽ ടേസ്റ്റി ആവും. അതുപോലെ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന കേസരി ഉണ്ടല്ലോ, ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന കേസരിയുടെ ആ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പാനിലൊന്നും ഒട്ടിപ്പിടിക്കാത്തൊരു പരുവായിട്ടുണ്ട്. ഇങ്ങനെയാണ് വേണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് കുറച്ച് പാത്രത്തിൽ എടുത്ത് കാണിക്കാം. അതിൻ്റെ ഒരു പരുവം അറിയാമല്ലോ നിങ്ങൾക്ക്. കണ്ടോ, ഇങ്ങനെ ആയിരിക്കണം. നല്ല സോഫ്റ്റാണ്, എന്നാൽ കുഴഞ്ഞു പോയിട്ടില്ല, ഒത്തിരി ഡ്രൈയും അല്ല. ആ ഒരു പരുവത്തിനാണ് വേണ്ടത്. ഇതുപോലെ കണ്ടല്ലേ. ഇത് നിങ്ങൾ സെറ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ തന്നെ സെർവ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്, ചെറിയ ചൂടോടുകൂടി. അപ്പോൾ അതല്ല, നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ നെയ്യ് തേച്ച് വെക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരല്പം നെയ്യ് തേക്കുക, കുറച്ച് മതി. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഈ കേസരി ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു ബൗൾ എടുത്തിട്ടുള്ളത്. ഇനി ആ ബൗള് വേറൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. കേസരിയുടെ പരുവം കറക്റ്റ് ആണെങ്കിൽ അതേ ഷേപ്പിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി വരും. ഓക്കെ, കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ ബൗളിൽ നിന്ന് ഇളകി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേസരി നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് 10 മിനിറ്റേ എടുത്തുള്ളൂ ഇത് തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങളും വീട്ടിൽ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.